ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു എഗ്ഗമ്മ ഡാച്ചിയാണ് കേട്ടോ. ഇത് നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. വളരെ എളുപ്പമാണ്, അതുപോലെ തന്നെ നല്ല ടേസ്റ്റിയാണ് ഇത് കഴിക്കാൻ. അപ്പോൾ നമുക്കിത് ഉണ്ടാക്കണത് എങ്ങനെയെന്ന് നോക്കാം. അപ്പോൾ അതുണ്ടാക്കണതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1 സ്പൂണോളം ബട്ടർ ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് ഉരുകി വരട്ടെ. ഇതിലേക്ക് നമുക്ക് 3 മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. മുട്ട നമുക്ക് ആവശ്യമുള്ളത് എടുക്കാം കേട്ടോ. ഇതിലേക്ക് ഞാൻ 1 നുള്ളു ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഉപ്പിടേണ്ട ആവശ്യമില്ല. ഇനി കുറച്ച് കുരുമുളക് പൊടി കൂടി നമുക്ക് ഇതിലേക്ക് തൂളിക്കൊടുക്കാം. ഇപ്പോൾ ഇതൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിതിനെ വേറൊരു പാത്രത്തിലേക്ക് പകർത്തിയെടുക്കാം. ഇനി വേറൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് നമുക്ക് അതിലേക്ക് ഒരു സ്പൂണോളം ബട്ടർ ഇട്ട് കൊടുക്കാം. ഇപ്പം വെണ്ണയൊക്കെ നന്നായിട്ട് ഉരുകി തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് ഞാനൊരു 10-15 കഷ്ണം വെളുത്തുള്ളി അരിഞ്ഞെടുത്തിട്ടുണ്ട്, അതിട്ട് കൊടുക്കാം. ഇനി ഒന്ന് നന്നായിട്ട് നമുക്ക് വഴറ്റിയെടുക്കാം. ഒരു പച്ചമുളക് ഞാൻ കീറിയെടുത്തിട്ടുണ്ട്, അതും കൂടി ഇതിലേക്കിട്ട് നമുക്ക് വഴറ്റാം. എരിവ് കുറവ് വേണ്ട ഒരു പച്ചമുളക് ഇടണമെന്നില്ല കേട്ടോ, കുരുമുളക് പൊടി മാത്രമായാലും മതി. ഇത് 2-3 കഷ്ണം ചെറിയ ഉള്ളിയാണ്, അതും കൂടി ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട്, അതും കൂടി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ റെസിപ്പിയിൽ ഉള്ളിയുടെ ആവശ്യമില്ല, എങ്കിലും ഉള്ളി ഇടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട്, അതുകൊണ്ട് ഇട്ട് കൊടുത്തതാണ്. ഇനി എല്ലാം കൂടി ഒന്ന് നമുക്ക് പതുക്കെ വഴറ്റിയെടുക്കാം. ഇപ്പോൾ അത് വഴന്ന് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കൊരു വളരെ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. ഒഴിച്ച് കൊടുത്തൊന്ന് തിളച്ച് വരട്ടെ. ഈ വീഡിയോ കണ്ട് ഇഷ്ടമാകുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യണേ. ഇതൊരു 2-3 സ്ലൈസ് ചീസ് എടുത്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ വെള്ളമൊക്കെ നന്നായിട്ട് തിളച്ച് തുടങ്ങി. നമുക്കിതിലേക്ക് ഈ ചീസ് ഇട്ട് കൊടുക്കാം. ഇതിന് പകരം മോസറല്ല ചീസായാലും മതി കേട്ടോ. ഇതൊന്ന് നമുക്ക് ഇളക്കി യോജിപ്പിച്ച് ഒന്നും കൂടി ഒന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. ഇതിപ്പോൾ നന്നായിട്ടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി ഒന്ന് തൂവി കൊടുക്കാം. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി ഇത് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരുന്ന മുട്ടയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ എഗ്ഗമ്മ ഡാച്ചിയുടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ഇത് നമുക്ക് ചോറിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ അല്ലെങ്കിൽ ബ്രെഡിൻ്റെ കൂടെയോ ഒക്കെ കഴിക്കാൻ പറ്റിയൊരു ഡിഷാണ്. ഇത് നല്ല സോഫ്റ്റ് വീറ്റ് ബ്രെഡാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ കൂടെ കഴിച്ചിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്കിത് ഉണ്ടാക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ.